नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायण नमः चैवान्योत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नैष्टिके। मुखं करोति वाचालं मुखयति गिरिं यत्कृपामहं वन्दे श्रीगुरुदीनदारिणं परमानन्दमाधवं श्रीचैतन्येश्वरम्। ओम विष्णुदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामी नामने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादिपाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण ഏകാദശി ദിവസം. ഏകാദശി ദിവസം എന്ന് പറഞ്ഞാൽ ഏകാദശിക്ക് മറ്റൊരു പേരുണ്ട്, ഹരിവാസരം. അതായത് ഇത് ഭഗവാൻ ഹരിയുടെ ദിനമാണ്. നമുക്കറിയാം, ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും 11ാമത്തെ ദിവസത്തെ 11ാമത്തെ തിഥിയാണ് ഏകാദശിയായി നമ്മൾ അനുസരിച്ചു പോകുന്നത്. അപ്പോൾ ആ ഏകാദശി എന്ന് പറയുന്നതിന് ഹരിവാസരം, ഹരിയുടെ ദിവസം എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. അപ്പോൾ ഏകാദശിക്ക് അല്ലെങ്കിൽ ഹരിവാസരത്തിന് ഉപവാസം, ജാഗരണം എന്നീ മാർഗങ്ങളെല്ലാം ഹരിയോട് കൂടുതൽ അടുക്കുവാനായിട്ടുള്ള മാർഗങ്ങളായിട്ട്, ഹരിയെ കൂടുതൽ പ്രീതിപ്പെടുത്തുവാനുള്ള മാർഗങ്ങളായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഹരിവാസരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം എന്ന് പറയുന്നത് ഇന്നേ ദിവസം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഭഗവാൻ ഹരിയെ സ്മരിക്കുന്ന രീതിയിൽ ഈ ദിവസത്തെ ചിലവഴിക്കുക എന്നുള്ളതാണ് ഹരിവാസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമുക്ക് ഭഗവാൻ ഹരിയുടെ നാമങ്ങൾ ഉച്ചരിക്കാം, ഭഗവാൻ ഹരിയെക്കുറിച്ച് ശ്രവിക്കാം, ഭഗവാൻ ഹരിയെക്കുറിച്ച് കീർത്തനം ചെയ്യാം. കീർത്തനം ചെയ്യുക എന്ന് പറയുമ്പോൾ നാമം കീർത്തനം ചെയ്യൽ മാത്രമല്ല, ഗുണം, രൂപം, ലീല ഇത്യാദികളെയും കീർത്തനം ചെയ്യാവുന്നതാണ്. അതായത് ശ്രീമദ് ഭാഗവതത്തെ കീർത്തനം ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ഭഗവാൻ ഹരിക്ക് വളരെ പ്രീതി ഉളവാക്കുന്ന വിഷയങ്ങൾ. കാരണം ഭഗവാനെ പ്രീതിപൂർവകമായിട്ട് ഭജിക്കണം എന്നാണ് നമുക്ക് ഭഗവാൻ തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഭജതാം പ്രീതിപൂർവകം. പ്രീതിയോട് കൂടിയിട്ട് ഭഗവാനെ നമ്മൾ ഭജിക്കുമ്പോൾ അതിനായിട്ട് ഈ അംഗങ്ങളെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഹരി എന്ന ഭഗവാന്റെ പേരിൽ തന്നെ ഉണ്ട്. നമുക്ക് അമംഗളമായിട്ടുള്ളതിനെല്ലാം അപഹരിക്കുന്നത് ഭഗവാനാണ്. അതാണ് ഹരി എന്ന വാക്കിന്റെ ഒരു പൊരുൾ, എല്ലാറ്റിനെയും അപഹരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ ഹരി എന്ന് പറയുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ഹരി ഹരി എന്ന ഭഗവാനെ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് അമംഗളകരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം നമ്മളിൽ നിന്നും ഭഗവാൻ അപഹരിക്കും. അല്ലാതെ നമുക്ക് വേണ്ടുന്നതിനെ ഭഗവാൻ അപഹരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമുക്ക് അമംഗളമായിട്ടുള്ളതിന് മാത്രമേ ഭഗവാൻ ധരിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാൻ ഹരിയെ ഭജിക്കുന്നത്, ഭഗവാൻ ഹരിയെ ആരാധിക്കുന്നത്, ഭഗവാൻ ഹരിയെ നമസ്കരിക്കുന്നത്, ഭഗവാൻ ഹരിയെ സ്തുതിക്കുന്നത്, ഭഗവാൻ ഹരിയെ ശരണം പ്രാപിക്കുന്നത്. ഇതിന് ഏറ്റവും സുലഭമായിട്ടും ലളിതമായിട്ടുമുള്ള മാർഗമായി നൽകപ്പെട്ടിരിക്കുന്നതാണ് ഈ ഭഗവാന്റെ നാമം ഉച്ചരിക്കുക എന്നുള്ളത്. ഈ നാമത്തിന്റെ ശക്തിയെ കുറിച്ചിട്ട് നമ്മൾ എത്ര പറഞ്ഞാലും മതി വരികയില്ല. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ഉപാഖ്യാനം തന്നെ ഈ ഭഗവാന്റെ നാമത്തിന്റെ ശക്തിയെ ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടി മാത്രം സുഖബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനുള്ള കഥനത്തിൽ ഈ അജാമിളന്റെ ഉപാഖ്യാനം എടുത്തു പറയുന്നത് തന്നെ ഈ നാമത്തെ, അതിന്റെ ശക്തിയെ എടുത്തു കാട്ടുവാൻ വേണ്ടി. അതായത് അജാമിളനെ യമദൂതന്മാർ വന്ന് കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോൾ
അജാമിളൻ തന്റെ പുത്രനായ നാരായണനെ വിളിക്കുകയും ആ സമയത്ത് വിഷ്ണുദൂതന്മാർ വരികയും ചെയ്തതായിട്ട് നമുക്കറിയാം. അപ്പോൾ അവിടെ വിഷ്ണുദൂതന്മാർ ഈ ഭഗവത് നാമത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നത് 6-ാം സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. സാങ്കേത്യം പാരിഹാസ്യം വാ ഹോമം ഹേളനമേവ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഘ അഹം വിധു. അശേഷ അഘ ഹരം വിധു. അതായത് ഈ ഭഗവാന്റെ നാമം വൈകുണ്ഠനാമഗ്രഹണം, അതായത് വൈകുണ്ഠനാമ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. വൈകുണ്ഠ എന്നത് ഭഗവാന്റെ ഒരു പേരും കൂടിയാണ്. വൈകുണ്ഠനാമഗ്രഹണം, അതായത് വൈകുണ്ഠനാമം, ഭഗവാന്റെ നാമത്തെ ഉച്ചരിക്കുന്നത് എന്ത് ചെയ്യും? അശേഷ അഘഹരം വിധു. അതായത് അഘം എന്ന് വെച്ചാൽ പാപം, അഘം എന്ന് വെച്ചാൽ പാപം. ഭഗവാൻ അർജുനനെ അനഘ, ഭഗവത്ഗീതയിൽ അഭിസംബോധന ചെയ്തത് അനഘ, പാപമില്ലാത്തവൻ. അഘം എന്ന് വെച്ചാൽ പാപം. അശേഷ അഘഹരം നമ്മൾ, അതായത് അശേഷം ഈ പാപം ഒട്ടുമേ ഇല്ലാതെ, ഈ പാപത്തിന്റെ ലെവലേഷൻ ഇല്ലാതെ, അതായത് പാപത്തിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവയെ എല്ലാറ്റിനെയും ലെവലേശം പോലും ഇല്ലാതെ ഹരം നീക്കുന്നു, ഇല്ലാതാക്കുന്നു, മാർജനം ചെയ്യുന്നു. എന്ത്? വൈകുണ്ഠനാമം. ഭഗവാന്റെ നാമത്തെ ഉച്ചരിക്കുന്നതിലൂടെ, എങ്ങനെ ഭഗവാന്റെ നാമത്തെ ഉച്ചരിക്കുന്നതിലൂടെ? ഇവിടെയാണ് നാമത്തിന്റെ ശക്തിയെ എടുത്തു പറയുന്ന കാര്യങ്ങൾ. നമ്മളെല്ലാവരും ഭഗവാന്റെ നാമത്തെ ഉച്ചരിക്കുന്നവരാണ്, ഉച്ചരിക്കാൻ ശ്രമിക്കുന്നവരാണ്, ഉച്ചരിക്കുന്നത് പരിശീലിക്കുന്നവരാണ്, അല്ലെ? പക്ഷേ നമ്മൾ നാമം ജപിക്കുമ്പോൾ, ഭഗവാന്റെ നാമം ഉരുവിടുമ്പോൾ, നമ്മൾ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ടല്ല ഉരുവിടുന്നത്. നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ചിത്താമണ്ഡലത്തിൽ, നമ്മുടെ അവബോധത്തിൽ മറ്റനേകം വിഷയങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ മാറി മറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ വിഷ്ണുദൂതന്മാർ പറയുകയാണ്, സാങ്കേത്യം പാരിഹാസ്യം വാ ഹോമം ഏളനം ഏവം. സാങ്കേത്യം, അതായത് ഈ ഭഗവാന്റെ നാമത്തെ ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ച രീതിയിൽ ചെയ്യുന്നതാണ്. പാരിഹാസ്യം വാ, അതായത് ഹാസ്യരൂപേണ, പരിഹാസ രൂപേണ, അതായത് ഒരു തമാശ രൂപേണ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ച രീതിയിൽ ഹരേ കൃഷ്ണ എന്ന്. സ്തോഭം, സ്തോഭം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രകടനം എന്ന രീതിയിൽ. അതായത് നമുക്കറിയാം, നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിലുള്ള ഗീതങ്ങളെല്ലാം തന്നെ ഭഗവാനെയും മറ്റ് ദേവതകളെയും സ്തുതിച്ചുകൊണ്ടുള്ള ഗീതങ്ങൾ ആണ്, രചിക്കപ്പെട്ടവയാണ് ശാസ്ത്രീയ സംഗീതമായിട്ട് നാം പാടപ്പെടുന്നത്. അതെല്ലാം രചിച്ചവർ അത് ഒന്നുകിൽ ഭഗവാനെ, ശ്രീരാമനെ, ശ്രീകൃഷ്ണനെ, മഹാവിഷ്ണുവിനെ, നാരായണനെ ഭജിച്ചുകൊണ്ട് ആ ഭക്തിഭാവത്തിൽ അവർ ആലപിച്ച ഗീതങ്ങളാണ്. അല്ലെങ്കിൽ ഉപദേവതകളെ ഭജിക്കുന്നവർ അവർ ആ ഉപദേവത ഉപാസനയുടെ ഭാഗമായിട്ട് രചിച്ച് ആലപിച്ച ഗീതങ്ങളാണ്. പക്ഷെ പിൽക്കാലത്തിൽ അവയെല്ലാം ഒന്ന് സ്തോഭം എന്ന് വെച്ചാൽ അതൊരു മ്യൂസിക്കൽ പെർഫോമൻസ്, അല്ലെ? അതിനെയാണ് നമ്മൾ പാട്ട് കച്ചേരി എന്ന് പറയുന്നത്. അതായത് കുറെ പേര് ഇരുന്ന് കേൾക്കുന്നു, കുറെ പേര് ഇരുന്ന് പാടുന്നു, ഇവരെ കേൾപ്പിക്കാൻ. ഇനിയിപ്പോൾ ഭഗവാന്റെ നാമം അങ്ങനെ ഉച്ചരിക്കുകയാണ്, അതായത് ഒരു ഉപജീവന മാർഗമായിട്ടോ, അല്ലെങ്കിൽ 10 പേരെ എന്റെ പാട്ടിന്റെ കേമത്തരം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ടോ ആണെങ്കിലും ഞാൻ ഹരേ കൃഷ്ണയാണ് പാടുന്നത് എങ്കിൽ സ്തോഭം ഹേളനമേവ. ഇനി അവഹേളിക്കുന്ന രീതിയിൽ ഈ ഭഗവാന്റെ നാമത്തെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ സാങ്കേത്യം പാരിഹാസ്യം വാ
സ്തോഭം കേളനം ഏകം. അതായത് നാമത്തിന്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിന്റെ ശക്തിയെ നമുക്ക് ഒരിക്കലും ഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അജാമിളൻ നാരായണ എന്ന് വിളിച്ചപ്പോൾ അത് തന്റെ പുത്രനെ ഉദ്ദേശിച്ച് വിളിച്ചതായിരുന്നിട്ട് പോലും ഭഗവാൻ ശ്രീമദ് നാരായണൻ എന്ത് ചെയ്തു? തന്റെ ദൂതന്മാരെ ഉടനടി യമദൂതരെ അവിടെ നിന്നും പിന്തിരിപ്പിച്ചയക്കുവാനായി തന്റെ വിഷ്ണുദൂതരെ ഭഗവാൻ അജാമിളന്റെ പക്കലേക്ക് അയക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ്, കാരണം അജാമിളൻ വിളിച്ചത് തന്റെ പുത്രനായ നാരായണനെയാണ് എന്ന് സാക്ഷാത് ഭഗവാൻ ശ്രീമദ് നാരായണന് അറിയാഞ്ഞിട്ടാണോ? തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെയാണ്. കാരണം ഭഗവാൻ എല്ലാം അറിയാം, അല്ലെ? ഭഗവാൻ അഭിജ്ഞ സ്വരാട്ട്, എല്ലാം അറിയാവുന്ന സർവസ്വതന്ത്രനായ ഭഗവാന് തീർച്ചയായിട്ടും അറിയാം അജാമിളൻ നാരായണ എന്ന് വിളിച്ചത് തന്റെ പുത്രനെ ഉദ്ദേശിച്ചാണ്. പക്ഷെ ഭഗവാൻ അത് അജാമിളൻ തന്നെ അഭിസംബോധന ചെയ്ത് വിളിച്ചതായിട്ട് അതിനെ സ്വീകരിക്കുക. ഇത് ഭഗവാന്റെ നാമത്തിന് എത്രമാത്രം ശക്തിയുണ്ട്, വൃഥാവിൽ പോവുകയില്ല ഭഗവാന്റെ നാമം എന്നുള്ളതാണ് ഇതിന്റെ തത്വം. അതായത് നമ്മളിപ്പോൾ ഉച്ചരിക്കുന്ന ഈ ഓരോ ഭഗവത് നാമവും, നമ്മൾ നമ്മുടെ കർണപുടങ്ങളിലൂടെ ശ്രവിക്കുന്ന ഓരോ ഭഗവത് നാമവും, ആ ശബ്ദം നമ്മുടെ കാതുകളിലൂടെ പ്രവേശിച്ച് അത് യഥാർത്ഥത്തിൽ ഞാനാകുന്ന ആത്മാവാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആത്മാവിന്റെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ നാമം എന്ന് പറയുന്നത്. ഈ ആത്മാവിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഈ നാമം എന്ന് പറയുന്നത്. ശ്രമിക്കുക അതാണ് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ആഹാരം, ആത്മാവിന് ആനന്ദം നൽകുന്നത്. അപ്പോൾ ഈ നാമം, ഇത്രയും ശക്തിയുള്ള ഈ നാമം, ഇനി നമ്മൾ എങ്ങനെയെല്ലാം ജപിച്ചാലും അതിനെ നാം ഭഗവാന് സമർപ്പിക്കുന്നതായിട്ട്, നാം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നതായിട്ട് ഭഗവാൻ ആ നാമത്തെ സ്വീകരിക്കും. അത്രയ്ക്ക് ശക്തിയുണ്ട് ഭഗവാന്റെ ഈ നാമം. അപ്പോൾ ഹരിവാസരമാകുന്ന ഏകാദശി ദിവസം നമുക്ക് എത്ര അധികം ഭഗവാന്റെ നാമം ഉച്ചരിക്കുവാൻ കഴിയുന്നുവോ അത്രയും സത്ഫലങ്ങൾ നമുക്ക് ഉണ്ടാകും. സത്ഫലങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ ഐശ്വര്യങ്ങളുടെ വർധനവിനെ കുറിച്ചിട്ടല്ല, മറിച്ച് ആത്മാവിന് ഏറ്റവും ഐശ്വര്യകരമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ അവയെല്ലാം വർദ്ധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന്റെ ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ട്, ആത്മാവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഹരിവാസന ദിവസം എങ്ങനെയെല്ലാം ഭഗവാനെ അധികമായിട്ട് സ്മരിക്കുവാൻ കഴിയുമോ അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം കൈക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഉപവാസം. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക എന്നാണ് ആ വാക്കിന്റെ തന്നെ. അതുകൊണ്ട് ഉപവാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ദിവസം ഭഗവാന്റെ അടുത്ത് വസിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മുടെ മറ്റുള്ള വിഷയങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കാതെ ഭഗവത് വിഷയങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ഉപവാസം തന്നെയാണ്. അങ്ങനെ ഉപവസിക്കാം. ജാഗരണം, ഇത് ഏകാദശി അല്ലെങ്കിൽ ഹരിവാസനങ്ങളിൽ നിർദ്ദിഷ്ടമായിട്ടുള്ള ഒന്നാണ് ജാഗരണം. അതായത് ഈ ഒരു ഹരിവാസന ദിനത്തിൽ നിദ്രയെ ത്യജിച്ചുകൊണ്ട്, നിദ്രയെ ഉപേക്ഷിച്ചുകൊണ്ട്, അത് തീർച്ചയായിട്ടും ഒരു വലിയ തപസ്യയാണ്. ഈ തപസ്യകളെല്ലാം തന്നെ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടവയാണ്. അപ്പോൾ കഴിയുന്ന രീതിയിൽ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ജാഗരണം, അതായത് ഒരല്പനേരം നിദ്രയെ തിരിച്ചുകൊണ്ട് അത്രയും സമയം കൂടുതൽ ഭഗവാനെ സ്മരിക്കാം. എങ്ങനെ? ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ട്, ഭഗവാന്റെ നാമം കീർത്തനം ചെയ്തുകൊണ്ട്, അവിധത്തിൽ സത്സംഗത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു ഹരിവാസനത്തെ നമുക്ക് വളരെ അർത്ഥവത്താക്കി മാറ്റാൻ കഴിയും. ഇതിലൂടെ നമുക്ക് ഭഗവാനോട്, ഭഗവാൻ ഹരിയോട്, ഭഗവാൻ ശ്രീകൃഷ്ണനോടും
ഭഗവാൻ ശ്രീമദ് നാരായണനോട് കൂടുതൽ അടുക്കുവാനുള്ള സാഹചര്യം ഈ ദിവസങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ദിവസം ഭഗവാനോട് കൂടുതൽ അടുക്കുവാനുള്ള, ഭഗവാനെ കൂടുതൽ സേവിക്കുവാനുള്ള ഒരവസരം ഭഗവാൻ അനുഗ്രഹിച്ച് നൽകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ്